കാൽക്കുലേറ്റ് ദ ഗെയിൻ ഓർ ദ ലോസ് പെർസെൻറ്റ്. ഇവിടെ അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്ത പോലത്തെ തന്നെ അതേ സെയിം മോഡലാണ്. സി പി തന്നിട്ടുണ്ട്, എസ് പി തന്നിട്ടുണ്ട്. അപ്പോൾ അത് ലോസ് ആണോ ഗെയിൻ ആണോ എന്ന് കണ്ടുപിടിക്കണം, അതിൻ്റെ പെർസെൻറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, തേർഡ് സെക്ഷൻ എ. സി പി is equal to ₹1000. SP is equal to ₹10,000 1020. ഇനി എന്താണ് സി പി? അതായത് നമുക്ക് ആലോചിക്കാം, 1000 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം 1020 രൂപയ്ക്ക് കൊടുത്തു. അപ്പോൾ എത്ര പ്രോഫിറ്റ് ആണ് അല്ലേ? പ്രോഫിറ്റ് ഓർ ഗെയിൻ എങ്ങനെ എഴുതിയാലും ശരിയാ. എത്ര വരും? എസ് പി മൈനസ് സി പി, 1020 മൈനസ് 1000 ഈക്വൽ 20. ഇനി എന്താണ്? ഗെയിൻ പെർസെൻറ്റ് കാണണം. ഗെയിൻ പെർസെൻറ്റ് is equal to gain by CP into 100. അതായത് 20 by 1000 into 100. 2 എത്രയാണ്? 2%. ഓക്കെ, നെക്സ്റ്റ് ബി. എസ് പി ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് ₹88 and its CP is ₹90. ഓവർഹെഡ് ചാർജ് ഈസ് ₹20. അപ്പോൾ എസ് പി ഒരു സാധനം വിറ്റത് എത്ര രൂപയ്ക്കാണ്? 88 റുപ്പീസിനാണ് സെയിൽ ചെയ്തത്. സി പി അത് വാങ്ങിയപ്പോഴത്തേക്കിനും 90 റുപ്പിയായി. പിന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ എക്സ്ട്രാ ചാർജസ് ഒക്കെ 20 റുപ്പിയും കൂടെ വന്നു. അപ്പോൾ സി പി കണക്ക് കൂട്ടുമ്പോൾ ഈ 90 + 20 ആണ് സി പി ആയിട്ട് കണക്ക് കൂട്ടേണ്ടത്. സി പി ഇസ് ഈക്വൽ ടു 90 + 20 is equal to 110. Then SP is equal to 88 അല്ലേ? ഇത്രയും രൂപ മുടക്കുള്ള സാധനം വിറ്റത് 88 റുപ്പിക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ലോസ് ആണ്. ലോസ് ഇസ് ഈക്വൽ ടു 110 മൈനസ് 88 ഇസ് ഈക്വൽ ടു ഓക്കെ 22. ഇനി എന്താണ്? ലോസ് പെർസെൻറ്റ് കാണണം. ലോസ് പെർസെൻറ്റ് ഈസ് ഈക്വൽ ടു ലോസ് ബൈ സി പി ഇൻറ്റു 100. അതായത് ലോസ് 22 ബൈ സി പി 110 ഇൻറ്റു 100. 11 ഇൻറ്റു 2 ആണ് 22. 2 വന്നു. 2 ഇൻറ്റു 10 20%. ഓക്കെ, നെക്സ്റ്റ് സി. The CP of a dress material is ₹1,200. Tailoring charge ₹300. SP is 2,000. അപ്പോൾ എന്താണ്? സി പി അതിൻ്റെ മെറ്റീരിയൽ വാങ്ങിയതിന് അതിൻ്റെ തുണിയുടെ പൈസ 1,200 ആണ്. അതിൻ്റെ സ്റ്റിച്ചിങ് ചാർജ് എത്രയാണ്? 300 വന്നു. അപ്പോൾ മൊത്തത്തിൽ എത്ര രൂപ ചിലവായി? സി പി എന്ന് പറയുമ്പോഴത്തേക്കിനും 1,200 + 300 അപ്പോൾ 1,500 വന്നു. എസ് പി 2,000 ആണ്. അപ്പോൾ എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ട്? 2,000 മൈനസ് 1,500 500 റുപ്പീസ് ഗെയിൻ ഉണ്ട്. അങ്ങനെ ഗെയിൻ പെർസെൻറ്റേജ് കാണണം അല്ലേ? 500 ബൈ 1,500 ഇൻറ്റു 100. ടീച്ചർ അത് ഹോംവർക്ക് വരികയാണ്. സി എ. ദെൻ ഡി. ദ എസ് പി ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് 10,150 ആൻഡ് ഇറ്റ് സി പി ഈസ് 10,500. അപ്പോൾ സി പിയേക്കാളും കുറവാണ് എസ് പി. അപ്പോൾ അവിടെ ലോസ് ആണ് വന്നിരിക്കുന്നത്. ലോസ് എത്രയാണ്? സി പിയിൽ നിന്നും എസ് പി മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 350 കിട്ടും. 350 ബൈ 10,500
500 ഇൻറ്റു 100. അപ്പോൾ ഇത് രണ്ട് സിയും ഡിയും ടീച്ചർ ഹോംവർക്ക് തരികയാണ്, എല്ലാവരും മറക്കാതെ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് സോൾവ് ദ ഫോളോയിങ്. ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് ₹1000. If it is sold at a profit of 2%, find its selling price. അപ്പോൾ ഒരു സാധനത്തിൻ്റെ ഒരു ആർട്ടിക്കിളിൻ്റെ കോസ്റ്റ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. CP is equal to ₹1000. Profit percentage is equal to 2%. പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നാൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ് percentage into CP. അതായത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്ര? 2%. അതായത് 2/100 ഇൻറ്റു 1000. എത്രയാണ് പ്രോഫിറ്റ് കിട്ടിയത്? 2 ഇൻറ്റു 10 20 റുപ്പീസാണ് പെർസെൻറ്റേജ് കിട്ടിയത്, പ്രോഫിറ്റ് കിട്ടിയത്. അപ്പോൾ ഇവിടെ നമുക്ക് കോസ്റ്റ് പ്രൈസ് അറിയാം, പ്രോഫിറ്റ് എത്രയാണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ SP ആണ് കണ്ടുപിടിക്കേണ്ടത്. SP ഇസ് ഈക്വൽ ടു CP പ്ലസ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു 1000 പ്ലസ് 20 ഇസ് ഈക്വൽ ടു 1020. ഓക്കെ, അപ്പോൾ CP നമുക്ക് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് CP വെച്ച് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇൻറ്റു CP, അതാണ് പ്രോഫിറ്റ്. അതായത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് 2%, അതായത് 2/100. 2% എന്ന് പറഞ്ഞാൽ 2/100 ഇൻറ്റു CP 1000. അപ്പോൾ നമുക്ക് 20 കിട്ടി. SP കാണാൻ CP പ്ലസ് പ്രോഫിറ്റ്. ഓക്കെ, next B. Thomas sold his calculator costing ₹700 at 30% loss. Find its selling price. അതായത് തോമസിൻ്റെ കാൽക്കുലേറ്റർ അതിൻ്റെ CP എത്രയായിരുന്നു? കോസ്റ്റ് പ്രൈസ് എത്രയായിരുന്നു? 700 റുപ്പീസ് ആയിരുന്നു. 13% ലോസിൽ വിറ്റു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കണം. അപ്പോൾ CP is equal to ₹700. 700 രൂപയ്ക്ക് 700 റുപ്പീസിന് വാങ്ങിയ കാൽക്കുലേറ്റർ 13% 13% നഷ്ടത്തിന് വിറ്റു. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയ്ക്കാണ് വിറ്റത്? ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? പ്രോഫിറ്റ് പെർസെൻറ്റേജ് 13% എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണെന്ന് കണ്ടുപിടിക്കണം. ലോസ് പെർസെൻറ്റേജ് is equal to 13. Loss is equal to loss percentage into CP is equal to 13/100 into 700. 13 into 7 91. എത്ര രൂപയാണ് നഷ്ടം വന്നത്? 91 റുപ്പീസ് നഷ്ടം വന്നു. ഇനി അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കണം. SP is equal to CP മൈനസ് ലോസ്. $700 minus 91 is equal to okay 906. എത്ര രൂപയ്ക്കാണ് വിറ്റത്? ₹609. മനസ്സിലാവുന്നുണ്ടോ?
സി പി നമുക്ക് തന്നായിരുന്നു 700 റുപ്പീസ്. 13% ലോസിലാണ് വിറ്റത്. അപ്പം ഈ 13% എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണെന്ന് കണ്ടുപിടിക്കണം. ലോസ് പെർസെൻറ്റേജ് ഇൻറ്റു സി പി, അതാണ് ലോസ്. ലോസ് പെർസെൻറ്റേജ് 13%, ദാറ്റ് ഈസ് 13/100 ഇൻറ്റു സി പി 700. 100ൻ്റെ 0 ഇത് തമ്മിൽ നമ്മൾ കളഞ്ഞു. പിന്നെ 13 × 7 91, അത്രയാണ് ലോസ് വന്ന റുപ്പീസ്. Then SP, CP minus loss 700 minus 91 is equal to 609. Next see here. Ritu sells a series of books for rupees 1400 and she loses rupees 350. ഫൈൻഡ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ബുക്ക്. ടീച്ചർ അത് ഹോംവർക്ക് തരികയാണ്, നിങ്ങൾ പറഞ്ഞു തരാം, മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ സി പി തന്നിട്ടുണ്ട്, ലോസും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണം. റുപ്പീസ് 1400, അതാണ് സെല്ലിംഗ് പ്രൈസ്. അത്രയും രൂപയ്ക്കാണ് വിറ്റത്. അപ്പോൾ എത്ര രൂപ നഷ്ടം വന്നു? 350 റുപ്പീസ് നഷ്ടം വന്നു. അപ്പോൾ അതിൻ്റെ സി പി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? 1400 പ്ലസ് 350. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 1750 എന്ന് പറയുന്നത് അതിൻ്റെ കോസ്റ്റ് പ്രൈസ് ആയിട്ട് കിട്ടും. അറ്റ് വാട്ട് പ്രൈസ് മസ്റ്റ് ഷീ സെൽ ദ ബുക്സ് ടു മേക്ക് എ പ്രോഫിറ്റ് ഓഫ് 10%? അങ്ങനെയാണെങ്കിൽ 10% പ്രോഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് വിറ്റിരുന്നെങ്കിൽ അവൾക്ക് അത്രയും ലാഭം കിട്ടിയേനെ? എങ്ങനെയാണ്? 10% എന്ന് പറയുമ്പോൾ എത്ര രൂപയാണെന്ന് കണ്ടുപിടിക്കണം. 10/100. 10%ന് നമ്മൾ 10/100 ഇട്ടു ഇൻറ്റു സി പി. സി പി എത്രയാണ്? 1750. നമുക്കിപ്പോൾ കിട്ടിയ ആൻസർ അതാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ ടീച്ചർ ഒന്ന് കാണിച്ചു തരാം അല്ലേ? തരാം. അപ്പോൾ എന്താണ്? സി പി കണ്ടുപിടിക്കണം. എസ് പി ഇസ് ഈക്വൽ ടു 1400, ലോസ് ഇസ് ഈക്വൽ ടു റുപ്പീസ് 350. സി പി കണ്ടുപിടിക്കണം. സി പി കണ്ടുപിടിക്കണം, ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യണം. 1400 പ്ലസ് 350 ഇസ് ഈക്വൽ ടു 1750. ഓക്കെ, അപ്പോൾ നമുക്ക് സി പി കിട്ടി. ഇനി എന്താണ്? At what price must she sell the books to make a profit of 10%? 10% ലാഭം കിട്ടണമായിരുന്നുവെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു? അപ്പോൾ അത് നോക്കാം. ഇപ്പോൾ സി പി നമുക്ക് ഇവിടെ എഴുതി വെക്കാം. സി പി is equal to 1750. ഓക്കെ, ഇനി ഗെയിൻ എത്ര വേണമായിരുന്നു? 10% അല്ലേ? ഗെയിൻ പെർസെൻറ്റേജ് എത്ര വേണം? 10%. അപ്പോൾ അത് എത്ര രൂപ വേണമെന്ന് നോക്കാം. 10/100 ഇൻറ്റു സി പി. ഓക്കെ, റുപ്പീസ് 175 റുപ്പീസ് ആണ് 10% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 175 റുപ്പീസാണ്. അപ്പോൾ അത്രയും രൂപ ലാഭം കിട്ടണമായിരുന്നെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര വേണമായിരുന്നു? സെല്ലിംഗ് പ്രൈസ് മസ്റ്റ് ബി സി പി പ്ലസ് പ്രോഫിറ്റ് ഈക്വൽ ടു 1750 പ്ലസ് 175 ഈക്വൽ ടു 1000 rupees 1925 rupees. മനസ്സിലായല്ലോ? ആദ്യം നമ്മൾ സി പി കണ്ടുപിടിച്ചു. ഇനി 10% ലാഭം കിട്ടണമായിരുന്നെങ്കിൽ എത്ര രൂപയ്ക്ക് കൊടുക്കണം എന്നായിരുന്നു. അപ്പോൾ 10% എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അതും സി പിയും കൂടെ ആഡ് ചെയ്തു. ഇത്രയും രൂപയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ മാത്രമേ അയാൾക്ക് 10% പ്രോഫിറ്റ് ലഭിക്കുമായിരുന്നുള്ളൂ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് അവർ നെക്സ്റ്റ് പോർഷൻ ദാറ്റ് ഈസ് ബിൽസ്. നമുക്കൊക്കെ അറിയാം, കടകളിലൊക്കെ നമ്മൾ സാധനം വാങ്ങിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബില്ല് കിട്ടും അല്ലേ? ആ ബില്ലിൽ എങ്ങനെയാണ് ഏതൊക്കെ ഐറ്റംസാണ് നമ്മൾ വാങ്ങിയെന്നുള്ളത് ഒരു ലിസ്റ്റ് കാണും.
അടുത്ത കോളത്തിൽ എത്ര കിലോ എത്ര എമൗണ്ട് അല്ലെങ്കിൽ എത്ര എണ്ണം അതിൻ്റെ ഇത് കാണും. ഇനി ഓരോ കിലോയ്ക്കും അല്ലെങ്കിൽ ഓരോ എണ്ണത്തിനും എത്ര രൂപയാണെന്നുള്ളതിൻ്റെ അതിൻ്റെ യൂണിറ്റ് ഓരോ യൂണിറ്റിന് അതിൻ്റെ പ്രൈസ് കാണും, ഓരോന്നിൻ്റെ വില. അതിനുശേഷം നമ്മൾ വാങ്ങിയ എണ്ണത്തിനനുസരിച്ചിട്ടുള്ള തുക. ഇത്രയും കാര്യങ്ങളുണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ ഇവിടെ ടെക്സ്റ്റിൽ പേജ് 112 ഒരു മോഡൽ ബില്ല് കൊടുത്തിട്ടുണ്ട്. എന്താണ്, ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നും കുറച്ച് സാധനങ്ങൾ വാങ്ങിയതിൻ്റെയാണ്. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ എന്താണ്, ഐറ്റം, ഏത് സാധനമാണ്, ക്ലിപ്സാണ് വാങ്ങിയത്. എത്ര ക്ലിപ്പ് എണ്ണം വാങ്ങി, 2 പാക്കറ്റ് വാങ്ങി. ഒരു പാക്കറ്റിൻ്റെ വില എത്രയാണ്, 50 rupees. അപ്പോൾ 2 പാക്കറ്റിൻ്റെ വില അതാണ് ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത്. 2 × 50 100. നെക്സ്റ്റ് ഹാൻഡ് വാഷ് വാങ്ങി, ഒരു ബോട്ടിലിന് എത്ര രൂപയാണ്, 65. ഇപ്പോൾ ഒരു ബോട്ടിലേ വാങ്ങിയുള്ളൂ, 1 × 65 കിട്ടും. നെക്സ്റ്റ് ടീ 3 പാക്കറ്റ്സ് വാങ്ങി, 1 പാക്കറ്റിന് 75 rupees ആയിരുന്നു. അപ്പോൾ 3 പാക്കറ്റ്സ് വാങ്ങിയപ്പോഴത്തേക്കിനും 3 × 75, അപ്പോൾ 225. അപ്പോൾ 390 rupees ആയി എല്ലാത്തിൻ്റെയും കൂടെ വില. ഇനി ഇവിടെ ഉണ്ടാവും ബിൽ നമ്പർ കാണും അല്ലേ. അപ്പം നമ്മൾ ഓരോ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ബിൽ നമ്പർ ഇട്ടിട്ടുണ്ട്. ടാക്സ്, അപ്പോൾ അവരുടെ സാധനങ്ങൾക്കൊക്കെ അവർ എത്രയാണ് ടാക്സ്, 12.5% ടാക്സ് അടയ്ക്കണം. ഈ ടാക്സിൽ നമുക്കറിയാലോ അല്ലേ, നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങുന്നതിൻ്റെ നികുതി ഗവൺമെൻറ്റിൻ്റെ വരുമാനമാണത് അല്ലേ. അപ്പോൾ നമ്മൾ ടാക്സ് അടയ്ക്കണം. അപ്പോൾ ടാക്സ് വന്നത് എത്രയാണ്, 12.5% ആണ് ടാക്സ്. അപ്പോൾ ഇത്ര 390 rupeesന് 12.5% ടാക്സ് എന്ന് പറയുമ്പോൾ എത്ര രൂപയാണെന്ന് കണ്ടുപിടിക്കണം. എന്താണ്, 12.5 × 100 × 390. നമ്മൾ പഠിച്ചല്ലോ ആ പ്രോഫിറ്റ് ലോസ് അതിൻ്റെ പെർസെൻറ്റേജ് അതിൻ്റെ അതങ്ങനെ കാണുന്ന പോലെ തന്നെ × CP2. അപ്പോൾ എത്ര കിട്ടി, 48.75 ആണ് ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പോൾ അതും കൂടെ ചേർത്ത് പിന്നെന്താണ്, ടോട്ടൽ ഇൻക്ലൂഡിങ് ടാക്സ്, സാധനങ്ങളുടെ വിലയും ടാക്സും കൂടെ ചേർത്ത് എത്രയാണ്, അത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ്, ഇതാണ് ഒരു ബില്ലിൻ്റെ മോഡൽ. എക്സർസൈസ് 2D ഇവിടെ ഒരു ഷോപ്പിംഗ് നമ്മൾ കാണാം, കടകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഇതുപോലെ ഇങ്ങനെ ഒരു പ്രൈസ് ലിസ്റ്റ് കടയിൽ കാണാം അല്ലേ, നമുക്ക് ഓരോ സാധനത്തിൻ്റെ വിലയൊക്കെ നോക്കി മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അവിടെ ഒരു പ്രൈസ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റിൽ നോക്കിയിട്ട് ഇവിടെ സാധനങ്ങൾ വാങ്ങി എത്ര അതിൻ്റെ ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ട്, എന്തോരം വീതമാണ് വാങ്ങിയെന്നുള്ളതിൻ്റെ ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൈസ് ലിസ്റ്റിൽ നോക്കി അതിൻ്റെ വില മനസ്സിലാക്കി നമ്മൾ അതിൻ്റെ ബില്ല് എഴുതുക. അത് ടീച്ചർ ഹോംവർക്ക് തരികയാണ്. അത് നിങ്ങൾ ആൻസർ നോക്കി ടെക്സ്റ്റൈലേക്ക് ആരും പേന കൊണ്ടൊന്നും എഴുതി അത് വൃത്തികേടാക്കരുത്. നിങ്ങൾ എഴുതുകയാണെങ്കിൽ പെൻസിൽ കൊണ്ട് മാത്രം എഴുതുക. ടീച്ചർ ആൻസർ തന്നതിന് ശേഷം മാത്രം നിങ്ങൾ നീറ്റായിട്ട് എഴുതിയാൽ മതി, അല്ലെങ്കിൽ എല്ലാം വൃത്തികേടാകും. അപ്പോൾ എന്താണ് റേറ്റ്, ഓരോ കിലോ അല്ലെങ്കിൽ ഒരെണ്ണത്തിൻ്റെ അങ്ങനെ ആ റേറ്റ് വെച്ച് ആ ക്വാണ്ടിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം എമൗണ്ടിൻ്റെ അവിടെ എഴുതാൻ. അങ്ങനെ ഓരോന്നിൻ്റെയും കണ്ടുപിടിച്ചതിന് ശേഷമാണ് ടോട്ടൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് ആ സെക്ഷൻ നിങ്ങൾ സമയം പോലെ ഇരുന്ന് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. ടീച്ചർ അതിന് ശേഷം ഹോംവർക്ക് തരാം. പിന്നെ ഫസ്റ്റ് ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. നമുക്ക് ടെസ്റ്റ് പേപ്പറൊക്കെ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, ഹോംവർക്ക് പഠിക്കുക. ഓക്കെ, ബൈ.